ഹലോ ഗൈസ്, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ നോക്കാൻ പോകുന്നത് ഈസി ആയിട്ടൊരു വീഡിയോയിൽ എങ്ങനെ സബ് ടൈറ്റിൽ ആഡ് ചെയ്യാമെന്നാണ്. ഞാനിവിടെ പറയാൻ പോകുന്നത് എഡിറ്റിങ്ങിൻ്റെ ഏറ്റവും ബേസിക്കായ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ ഉള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. സിമ്പിളായിട്ട് നമ്മളെല്ലാവരും മൊബൈലിൽ ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ പലരും സബ് ടൈറ്റിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മൊബൈൽ ഫോണിൽ തന്നെ എഡിറ്റ് ചെയ്യാനാണ്. അപ്പോൾ VN പറഞ്ഞൊരു ആപ്പിലാണ് ഞാൻ എഡിറ്റ് ചെയ്തത് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ VN ആപ്പിനകത്ത് നമ്മൾ ക്ലിപ്പ് ആഡ് ചെയ്ത ശേഷം ഇവിടെ ടൈറ്റിൽ ബാർ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരുപാട് പ്രീസെറ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലെ പ്രീസെറ്റുകളിൽ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് പ്രീസെറ്റുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരുപാട് വെറൈറ്റി പ്രീസെറ്റുകൾ ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഞാൻ നോർമലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ആഡ് എ ഹെഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലെ ആഡ് എ ഹെഡിങ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ക്ലിപ്പിൻ്റെ മുന്നിലായിട്ട് ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേണ്ട ടൈറ്റിലുകൾ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ടൈപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ പൊസിഷനെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്ത ശേഷം ആ ക്ലിപ്പിൽ എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് അതിൻ്റെ കളർ മാറ്റാം, ബോർഡർ ചേഞ്ച് ചെയ്യാം, ഷെയ്ഡോ ഇടാൻ പറ്റുന്നതാണ്. ഇനി അതിൽ നിങ്ങൾക്ക് ചെറുതായിട്ട് ബാക്ക്ഗ്രൗണ്ട് കളർ ആഡ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെ ഉണ്ട്. അതിനകത്ത് ഒപ്പാസിറ്റി എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻ എല്ലാം അറേഞ്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ക്ലിപ്പിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ശേഷം ടൈറ്റിൽ അനിമേഷൻ കൊടുക്കാൻ ഇവിടെ മോഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ഒരുപാട് മോഷൻ അനിമേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഈ സബ് ടൈറ്റിലുകൾ നമുക്ക് എങ്ങനെ മലയാളത്തിൽ ആഡ് ചെയ്യാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മലയാളം ഫോണ്ട് ആഡ് ഫോണ്ട് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ആപ്പ് എന്നതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആപ്പിനകത്ത് ആഡ് ചെയ്യാം. സാധാരണ പോലെ മലയാളം ഫോണ്ട് ഈ ആപ്പിനകത്ത് ആഡ് ചെയ്യാൻ പറ്റില്ല. ഇതിനായിട്ട് നിങ്ങൾ കോഡ് FMN എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് ഈ ഒരു വെബ്സൈറ്റിനകത്ത് കയറുക. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യേണ്ട സബ് ടൈറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ കൺവേർട്ട് ടു MLTT എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. കൺവേർട്ടായ ഫോണ്ട് അതിൻ്റെ തൊട്ട് താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കോപ്പി ടു ഓൾ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ ഫോണ്ട് ജസ്റ്റ് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക. അവിടെ നിന്ന് കോപ്പി ചെയ്തെടുത്ത ഫോണ്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള സബ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിനകത്ത് ജസ്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വേറെ മലയാളം ഫോണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോണ്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഫോണ്ടും മാറ്റി കൊടുക്കാവുന്നതാണ്. ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സബ് ടൈറ്റിനകത്ത് ഇംഗ്ലീഷ് ഫോണ്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ലെയറായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് ഇതേപോലെ ഫോട്ടോഗ്രാഫി എഡിറ്റിംഗ് റിലേറ്റഡായ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.